ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ 4-ാം ദിവസം ഇന്ന് നാം ധ്യാനിക്കുക എളിമയെക്കുറിച്ചാണ്. കർത്താവായ യേശു മനുഷ്യനായി അവതരിച്ച് ഒരു കന്യകയിൽ നിന്ന് പിറന്ന് നമ്മിലൊരുവനായിത്തീർന്നു. അവൻ്റെ ആ ജന്മത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ ആ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നെങ്കിലും ആ സാദൃശ്യം വെടിഞ്ഞ്, ഔന്നിത്യമെല്ലാം വെടിഞ്ഞ് മനുഷ്യനായി പിറന്നു ഒരു സ്ത്രീയിൽ നിന്ന് ജാതനായി ദാസന്റെ രൂപമെടുത്തു എന്നാണ് പറയുന്നത്. ദാസന്റെ രൂപമെടുത്തു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഫിലിപ്പി 2:3 ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനായി കണക്കാക്കട്ടെ. പരിശുദ്ധ അമ്മ ഇതുപോലെ താഴ്ന്ന എളിമയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അമ്മയുടെ സ്തോത്രഗീതത്തിൽ നാം കാണുന്നുണ്ടല്ലോ, അവ പറയുന്നുണ്ട്, കർത്താവ് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. 1 കൊരിന്തോസ് 4:7 പറയുന്നുണ്ട്, നിനക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്, എല്ലാം ദാനമായി ലഭിച്ചിരിക്കുക, ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ദാനമാണ്. നമുക്ക് എളിമപ്പെടാം, കർത്താവിന് മുമ്പിൽ എളിമപ്പെടാം, എളിമയുള്ളവരായി മാറാം. സ്വന്തം കഴിവിൽ അഹങ്കരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനോഭാവം, എല്ലാം ദൈവം തന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ വലിയവരാകാൻ നോക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിന് മുൻപിൽ, ദൈവത്തിന് മുമ്പിൽ വലിയവരാകാൻ നോക്കാം. നമുക്ക് എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. എവിടെ എളിമയുണ്ടോ, എവിടെ സ്വയം താഴ്ത്തലുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.